ഇത് 2013 ഡിസയർ VDI ആണ്. കിലോമീറ്റർ വന്നിട്ട് 68,000 കിലോമീറ്റർ. സെക്കൻഡ് ഓണറാണ്. ഇത് 2016 സെലീറിയോ VXI ആണ്. സിംഗിൾ ഓണർ. വെറും 37,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വേറെ റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. ഒറ്റ ഓണറാണ്. അത് 2007 സ്വിഫ്റ്റ് VDI സെക്കൻഡ് ഓണർ. 1,30,000 കിലോമീറ്റർ. ഇത് 2014 നാനോ LX സിംഗിൾ ഓണർ. വെറും 17,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2014 അല്ലേ? 14 ജെന്യുവൻ കിലോമീറ്റർ. ഇത് 2024 വണ്ടി. ഒരു വർഷം പോലും ആയില്ല. വെറും 8,000 കിലോമീറ്റർ. VXI ആണ്. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങൽ എന്ന് പറയുന്ന സ്ഥലത്ത് തോട്ടക്കാട് എന്ന് പറയുന്ന ഭാഗത്തായിട്ടാണ് ഇന്ന് നമ്മൾ വീഡിയോ എടുക്കുന്നത്. നമ്മൾ എല്ലാ മാസവും ചെയ്തുകൊണ്ടിരിക്കുന്ന TVM യൂസ്ഡ് കാസ് എന്ന് പറയുന്ന ഷോപ്പിലാണ് വന്നേക്കുന്നത്. സാധാരണക്കാർക്കും അത്യാവശ്യം നല്ല മിഡിൽ ക്ലാസ് ഫാമിലിക്ക് എടുക്കാൻ പറ്റിയ ടൈപ്പ് വണ്ടികൾ കിടക്കുന്ന നല്ല വണ്ടികളുള്ള ഒരു ഷോപ്പാണ്. അപ്പം അത്തരത്തിലുള്ള വണ്ടികൾ എടുക്കാൻ താല്പര്യമുള്ള എല്ലാത്തരം പ്രേക്ഷകർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരണം. അപ്പോൾ നമുക്ക് വണ്ടികളുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വരാം. ഇത് 2014 നാനോ LX സിംഗിൾ ഓണർ. വെറും 17,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2014 അല്ലേ? 14 ജെന്യുവൻ കിലോമീറ്റർ. ടയറൊക്കെ അതേപോലെ 14 ടയർ തന്നെ കിടക്കുന്നത്. വെറും 17,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. സിംഗിൾ ഓണർ. ഒറ്റ ഓണറാണ്. വണ്ടിക്ക് അകമൊക്കെ കാണാൻ കൊള്ളാം. നല്ല പുത്തം പോലെ ഇരിക്കുന്നത്. മാനുവലാണല്ലേ? ഒരു LX ആണ്. AC-യും പവർ വിൻഡോയും. 2 പവർ വിൻഡോ വരുന്നുണ്ട്. AC-യും വരുന്നുണ്ട്. 20 അടുപ്പിച്ചൊക്കെ മൈലേജ് എന്തായാലും കിട്ടും. 18-20 മൈലേജ് കിട്ടും. വേറെ റീപ്ലേസ് ഒന്നുമില്ല. റീപെയിന്റ് കയറിയിട്ടുണ്ടോ? റീപെയിന്റ് ആയിട്ടില്ല. അത് വണ്ടി ഓട്ടോ ഇല്ലായിരുന്നു. പുള്ളി പുറത്തുള്ള ആളാണ്. വരുമ്പോൾ മാത്രമുള്ള ഓട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് കിലോമീറ്റർ കുറവല്ലേ? ടയേഴ്സ് മാറേണ്ട അവസ്ഥ ഉണ്ടോ? ഇത്രയും വർഷം ആവുന്നുണ്ട്. അത് ടയർ ചിലപ്പോൾ മാറേണ്ടി വരും. ഇത്രയും വർഷം ആയതുകൊണ്ട് ടയറിൻ്റെ അകത്ത് ചെറിയ പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, എത്ര ചോദിക്കുന്നത്? തൽക്കാലം മാറേണ്ട ആവശ്യമില്ല. എൻ്റെ ഓടുണ്ടായത്. എത്ര ചോദിക്കുന്നത്? 75. 75,000. 2014 മോഡൽ. എന്തെങ്കിലും കൂടി കുറയോ? നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. വണ്ടി ക്വാളിറ്റി ഉണ്ട്. ചെറിയൊരു ഫാമിലിക്ക് കൊണ്ടു കിടക്കാൻ പറ്റിയൊരു വണ്ടിയാണത്. വണ്ടി കാണാനൊക്കെ കൊള്ളാം. നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. 75 എന്നുള്ളതിനകത്ത് എന്തെങ്കിലുമൊക്കെ താഴും. അത് നല്ലൊരു കച്ചവടമായിരിക്കും. ഇത് 2016 സെലീറിയോ VXI ആണ്. സിംഗിൾ ഓണർ. വെറും 37,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വേറെ റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. ഒറ്റ ഓണറാണ്. 2 പുതിയ ടയർ. ബാക്ക് ആവറേജ് ഒരു 50% ടയർ കിടപ്പുണ്ട്. 40% ടയറുണ്ട്. റീപ്ലേസ് ഒന്നുമില്ല. വെറും 37,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. VXI ആണ്. സിംഗിൾ ഓണറാണ്. വണ്ടിക്ക് അതൊക്കെ കൊള്ളാം. നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഡോറൊക്കെ തന്നെയാണെങ്കിലും അത്യാവശ്യം നല്ല ഡോറൊക്കെ തന്നെയാണ്. പഴം പോലെ ഇരിക്കുന്നതല്ല. ബാക്ക് ആവറേജ് താഴെയാണ്. ബാക്ക് ടയർ ആവറേജ്. ഫ്രണ്ട് 2 പുതിയ ടയറാണ് കിടക്കുന്നത്. ഒറ്റ ഓണറാണ്. എത്ര ചോദിക്കുന്നത്? 340 പ്രൈസ്. നെഗോഷ്യബിൾ ആണ്. അതിനകത്ത് ഫിനാൻസ് ഒരു 3 ലക്ഷം രൂപ ഫിനാൻസും കിട്ടുന്നുണ്ട്. 3 ലക്ഷം രൂപ ഫിനാൻസ് നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഈ നെഗോഷ്യബിൾ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് നമ്മൾ അവസാന വില അങ്ങ് കുറച്ച് പറഞ്ഞു കൊടുത്താൽ അതൊരു നല്ല ഐഡിയ ആയിരിക്കും. 2015 മോഡൽ സ്വിഫ്റ്റ് VXI ആണ്. സെക്കൻഡ് ഓണർ. 2015. 81,000 കിലോമീറ്റർ. ജെന്യുവൻ കിലോമീറ്റർ. കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. സെക്കൻഡ് അത് വേറെ റീപ്ലേസ് ഒന്നുമില്ല. സെക്കൻഡ് ഓണറാണ്. ഇതും വില വന്നിട്ട് 4,25,000 രൂപ. ഇതിനകത്തൊരു 3.5 രൂപ, 3.60, 3.75 വരെ നമുക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് എത്ര ചോദിക്കുന്നത്? 4,25,000 രൂപ. 4,25,000. 3,75,000 വരെ നമുക്ക് ഇതിനകത്ത് ഫിനാൻസ് ചെയ്യാൻ പറ്റും. പറഞ്ഞൊക്കെ വരുമ്പോൾ കുറച്ച് കുറയും കൂടി വ്യത്യാസങ്ങളൊക്കെ ചെയ്യാം. നെഗോഷ്യബിൾ ആണ്. ഫിക്സഡ് അല്ല. റീപ്ലേസ് ഒന്നുമില്ല. ഇത് 2024 വണ്ടി. ഒരു വർഷം പോലും ആയില്ല. ഇതൊരു 8,000 കിലോമീറ്റർ. VXI ആണ്. ഫസ്റ്റ് ടയർ തന്നെ കിടക്കുന്നത്. റീപ്ലേസ് ഒരു പുതിയ വണ്ടി എടുക്കാൻ നിൽക്കുകയാണെന്നല്ല എന്തുകൊണ്ടും ആ കസ്റ്റമറിന് ഈ വണ്ടി എടുക്കുന്നത് പ്രയോജനമായിരിക്കും. കഴിയാണ്ട് പുതിയ വണ്ടിക്ക് 6,50,000 രൂപ പുറത്ത് വിലയുണ്ട്. ഇവിടെ എത്ര ചോദിക്കുന്നത്? ഇവിടെ 5.30. 5.30 എന്ന് പറയുമ്പം ഇത് ബേസ് ആണ്. VXI ഓട്ടോമാറ്റിക് ആണ് അല്ലേ? ഓട്ടോമാറ്റിക് ആണത്. മൈലേജ് എങ്ങനെയാണ്? മൈലേജ് ഒരു 18 കിട്ടും. 16, 17, 18 കിട്ടും. ആൻഡ്രോയിഡ് സിസ്റ്റം പ്രത്യേകം വെച്ചാണോ? അത് വെച്ചതാണ്. പിന്നെ ഫ്രണ്ട് ഗ്രില്ല് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കുറച്ച് അല്ലറ ചില്ലറ പണി എടുത്തിട്ടുണ്ട്. ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട്. എത്ര ചോദ്യം?
ഇത് 530. 530 ലാസ്റ്റ് പ്രൈസ് ആണോ? പ്രൈസ് നെഗോഷ്യബിൾ ആണ്. പ്രൈസ് നമുക്ക് നെഗോഷ്യബിൾ ആണ്. നമ്മൾ ആസ്കിംഗ് പ്രൈസ് ആണ് 530. റീപെയിൻ്റ് ഒന്നുമില്ല. ഷോറൂം കണ്ടീഷൻ വണ്ടിയത്. വെറും 8000 കിലോമീറ്റർ. ഓട്ടോമാറ്റിക് ആണത്. AMD ഗ്രില്ലെല്ലാം അഡീഷണൽ ചെയ്തിരിക്കുന്നതാണത്. ഫ്രണ്ട് ഗ്രില്ലെല്ലാം അഡീഷണൽ ചെയ്തിരിക്കുന്നത്. വൃത്തിയായിട്ടുണ്ട്. ഫ്രണ്ട് ഗ്രില്ല്, ക്യാമറ, പ്ലെയർ എല്ലാം അഡീഷണൽ ചെയ്തിരിക്കുന്നതാണ്. ഇത് 2015 കേട്ടൺ VXi ആണ്. സെക്കൻഡ് ഓണറാണ്. 62,000 കിലോമീറ്റർ. സെക്കൻഡ് ടയറാണ്. 4 ടയറും സെക്കൻഡ് ടയേഴ്സ് അല്ലേ? ടയറൊന്നും കുഴപ്പമില്ല. ആവറേജ് ടയർ കണ്ടീഷനെല്ലാം ഉണ്ട്. 50% ടയർ കിടപ്പുണ്ട്. റീപ്ലേസ് ഒന്നുമില്ല. സെക്കൻഡ് ഓണർ. ഇത് വില വന്നിട്ട് 2,90,000 രൂപ. നെഗോഷ്യബിൾ ആണ്. 2,90,000 എന്നൊക്കെ പറഞ്ഞത് ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന് നിങ്ങൾ ചോദിക്കുന്നത് തന്നെയാണോ? ഇതേ നമ്മൾ വരുന്ന കസ്റ്റമർ ഇത് തന്നെയാണ് ചോദിക്കുന്നത്. പക്ഷെ നമ്മൾ വില നെഗോഷ്യബിൾ ആണ്. അതിൽ വന്നിട്ട് നമ്മൾ വില വണ്ടി കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മൾ വിലയുടെ കാര്യത്തിൽ നമ്മളൊരു ചെറിയ നെഗോസിയേഷനൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. എത്ര രൂപ നമുക്കിത് ഇറക്കാൻ പറ്റും? ഇത് നമുക്കൊരു 2-2.5 രൂപയ്ക്കകത്ത് ലോൺ കയറും. ഇതിനകത്ത് കുറച്ചൊരു 50,000 രൂപയൊക്കെ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റും. ഇത് 2020 അർബൻ ക്രൂയിസർ, ഏറ്റവും ടോപ്പ് ആൻഡ് മോഡൽ. കിലോമീറ്റർ വന്നിട്ട് ഇവർ 27,000 കിലോമീറ്റർ. ഇത്തവണ കിലോമീറ്റർ കുറഞ്ഞ വണ്ടികളാണല്ലോ തോന്നി. സിംഗിൾ ഓണറാണ്. ഫാൻസി നമ്പർ. ആൻഡ്രോയിഡ് സിസ്റ്റവും എല്ലാം വരുന്ന മോഡലാണ്. മാനുവലാണ്. മാനുവലാണ്. വൃത്തിയായിട്ട് സിംഗിൾ ഓണർ. ഇവർ 27,000 കിലോമീറ്റർ കമ്പനി സർവീസ്. സിംഗിൾ ഓണറിനൊക്കെയാണ് കിടക്കുന്നത്. നല്ല സീറ്റ് കവറൊക്കെ ചെയ്ത് വണ്ടി അടിപൊളിയായിട്ട് വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. എത്ര ചോദിക്കുന്നത്? വില വന്നിട്ട് 8,90,000 രൂപ. അയ്യോ, ഇത് ഇറങ്ങിയപ്പോൾ എന്താ കാണും വില? ഇറങ്ങിയപ്പം 15 ആ റേഞ്ച് വരും. ഡീസലാ പെട്രോളാ? ഇത് പെട്രോള്. മൈലേജ് എങ്ങനെ ആയിരിക്കും? മൈലേജ് ഒരു 15-നകത്ത്. ഇത് 2013 ഡിസയർ VDI ആണ്. കിലോമീറ്റർ വന്നിട്ട് 68,000 കിലോമീറ്റർ. സെക്കൻഡ് ഓണറാണ്. നല്ല ടയർ. ഇവർ റീപ്ലേസ് ഒന്നുമില്ല. കമ്പനി സർവീസുള്ള വണ്ടിയാണ്. സെക്കൻഡ് ഓണർ. ഒരു 68,000 കിലോമീറ്റർ. ആംബിയൻസ് ലൈറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വില വന്നിട്ട് 3,40,000 രൂപ. ഇത് നമുക്കൊരു 50,000 ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി ഇത് ഇറക്കാൻ പറ്റുന്നതാണ്. ഓടോ പവർ വിൻഡോയും മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് അങ്ങനെയൊക്കെ എല്ലാം. അത് VDI ആണ്. എത്ര ചോദിക്കുന്നത്? 3,40,000 രൂപ. 3,40,000. ടയറെല്ലാം അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട്. എടുത്ത വേറെ ഒന്നും ചെയ്യണ്ട. ഇൻഷുറൻസ് 7 മാസം വരെ ഇൻഷുറൻസ് കിടപ്പുണ്ട്. ഫുൾ കവർ ഇൻഷുറൻസ് കിടപ്പുണ്ട്. ഇത് ഏകദേശം ഒരു 50,000 ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഇതും നമുക്ക് ഇറക്കാൻ പറ്റും. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ഇവിടെ കുറച്ച് വർക്ക് ഉണ്ടല്ലോ, തട്ടിയിട്ടുണ്ടോ? ചെറിയ സ്ക്രാച്ചസ് വരും. 13 വണ്ടിയല്ലേ. നെഗോഷ്യബിൾ. ഈ പറയുന്ന പ്രൈസെല്ലാം നെഗോഷ്യബിൾ ആണ്. ആസ്കിംഗ് പ്രൈസാണ് നമ്മൾ പറയുന്നത്. ഇത് 2019 വാഗണർ VXi 1.2 ലിറ്റർ ആണ്. സിംഗിൾ ഓണർ. ട്രിവാൻഡ്രം രജിസ്ട്രേഷൻ വണ്ടി. എത്ര ഓടിയിട്ടുണ്ട് ഇത്? കിലോമീറ്റർ വന്നിട്ട് 61,000 കിലോമീറ്റർ. സിംഗിൾ ഓണർ. കമ്പനി സർവീസ്. ഓട്ടോമാറ്റിക് ആണ്. AMD ആണ്. കമ്പനി സർവീസ്. സിംഗിൾ ഓണർ വണ്ടി. അഡ്ജസ്റ്റ്മെൻറ്റ്സും സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ വരുന്ന മോഡലാണ്. നല്ലൊരു സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വില വന്നിട്ട് 5,35,000 രൂപ. ഇതും നമുക്കൊരു 90% ഫിനാൻസ് അവൈലബിൾ ആണ്. ടയർ ഫ്രണ്ട് 2 പുതിയ ടയറാണ്. ബാക്ക് ഒരു 50% ടയർ കിടപ്പുണ്ട്. ഇത് 2018 ഡിസയർ VDI ഓട്ടോമാറ്റിക്കാണ്. സെക്കൻഡ് ഓണർ. ട്രിവാൻഡ്രം വണ്ടി. ഫാൻസി നമ്പർ. ഇത് 1,02,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1 ലാഖിൻ്റെ സർവീസ് എല്ലാം കഴിഞ്ഞാണ്. ടൈം ബെൽറ്റ് എല്ലാം മാറിയിട്ടുണ്ട്. ഫുൾ കമ്പനി സർവീസ് ഹിസ്റ്ററിയുള്ള വണ്ടിയാണിത്. ഓട്ടോമാറ്റിക്കാണ്. AMD ആണ്. ഇതിൻ്റെ വില വന്നിട്ട് 5,75,000 രൂപ. അതെന്തുവാ ഇത്? 1,00,000 കിലോമീറ്റർ കഴിഞ്ഞില്ലേ? 1,00,000 കിലോമീറ്റർ കമ്പനി സർവീസ്. കറക്റ്റ് സർവീസ്. 1 ലാഖിൻ്റെ സർവീസ് എല്ലാം കഴിഞ്ഞാണത്. എന്നാലും സർവീസ് കഴിഞ്ഞാൽ ഓടി. ഡീസൽ വണ്ടിയാണ്. ഡീസൽ വണ്ടി ഓട്ടോ ഉള്ളവരെല്ലാം ഡീസൽ വണ്ടി എടുക്കത്തുള്ളൂ. അല്ല അതൊക്കെ അതുപോലെ ഡീസൽ വണ്ടി ഇപ്പോൾ ഇറങ്ങുന്നില്ലല്ലോ. ഇപ്പോൾ കിട്ടാനില്ല. വണ്ടി ഭയങ്കര മാർക്കറ്റാണ് ഇപ്പോൾ. ഡിമാൻഡാണ്. ഓടിയേനോ അങ്ങനല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഇത്രയും ഓടിയിട്ടും ഈ വണ്ടിക്ക് ഇത്രയും വിലയോന്ന് ഞാൻ ചോദിച്ചത്. മാരുതിയുടെ വണ്ടിയല്ല. ഡീസൽ വണ്ടിക്ക് ഡീസലിന് മാർക്കറ്റുള്ള വണ്ടിയല്ല. ഇത് 2014 ഹോണ്ട സിറ്റി ഡീസലാണ്. V ആണ് ഓപ്ഷൻ. സിംഗിൾ ഓണർ. കിലോമീറ്റർ വന്നിട്ട് 91,000 കിലോമീറ്റർ. കമ്പനി സർവീസ്. വേറെ റീപ്ലേസ് ഒന്നുമില്ല. നല്ല അലോയ് വീൽസ് കിടപ്പുണ്ട്. എക്സ്ട്രാ അലോയ്സ് എക്സ്ട്രാ ചെയ്തിരിക്കുന്നതാണ്. അലോയ്സ് എക്സ്ട്രാ ചെയ്തിരിക്കുന്നതാണ്. വണ്ടിക്കകം നോക്കിയാൽ വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒന്നുമില്ല.
പിന്നെ സീറ്റ് നോക്കിയാലും ഡ്രൈവർ സൈഡിൻ്റെ സീറ്റിൽ മാത്രം ഇവിടെ ചെറിയൊരു അപാകതയുണ്ട്. അല്ലാത്ത പക്ഷം വേറെ ഒന്നും കാണുന്നില്ല. ചെറിയൊരു ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ വെച്ചിട്ടുണ്ട്. ഡീസലാന്നല്ലേ പറഞ്ഞത്? ഡീസൽ. മൈലേജ് എങ്ങനെയാണ്? മൈലേജ് എബോവ് 15-15 മുകളിൽ മൈലേജ് കിട്ടും. 18 കിട്ടും. ബാക്ക് AC മൈലേജ് ഉണ്ട്. ഹോണ്ട സിറ്റി ഡീസലിന് നല്ല മൈലേജ് ആണ്. ടയേഴ്സ് 18 മൈലേജ് കിട്ടുന്നുണ്ട്. ആവറേജ് കൂടുതലുണ്ട്. ആവറേജ് കൂടുതൽ ടയർ കിടപ്പുണ്ടെന്ന്. ടയറെല്ലാം ഒരു 70% മുകളിൽ ടയർ കിടപ്പുണ്ട്. എത്ര ചോദ്യം? പിന്നെ എക്സ്ട്രാ അലോയ്സ് ചെയ്തിട്ടുണ്ട്. വേറെ റീപ്ലേസ് ഒന്നുമില്ല. ഇത് വില വന്നിട്ട് 5.5 ലക്ഷം രൂപ. ഇത് 2013 i20 സ്പോർട്സ് ആണ്. സിംഗിൾ ഓണർ. കമ്പനി സർവീസ്. കിലോമീറ്റർ വന്നിട്ട് 91,000 കിലോമീറ്റർ. സിംഗിൾ ഓണർ, ഒറ്റ ഓണർ, ട്രിവാൻഡ്രം രജിസ്ട്രേഷൻ വണ്ടി. 91,000 കിലോമീറ്റർ ജെന്യൂൻ അല്ലേ? ജെന്യൂൻ കിലോമീറ്റർ. സിംഗിൾ ഒറ്റ ഓണർ. 2013 സ്പോർട്സ് ആണ്. സ്പോർട്സ് എന്ന് പറയുമ്പോൾ സ്റ്റിയറിംഗ് കൺട്രോൾസ്, ഫോർഡോ പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, ABS, എയർ ബാഗ്, എല്ലാ ഓപ്ഷൻസും ഉണ്ട് ഇതിനകത്ത്. അലോയ്സ് 2 എയർ ബാഗ് ഉണ്ടോ? ആ. വണ്ടി കാണാനൊക്കെ കൊള്ളാം. മാനുവലാണ്. ബാക്ക് സൈഡ് നോക്കിയാലും ബാക്കിൽ AC വെൻ്റ് വരുന്നില്ല. എയർ ബാഗ് ഒന്നേ വരത്തോളൂ. ഒരു എയർ ബാഗ് വരത്തുള്ളൂ. ആസ്തയ്ക്കാണ് 2 എയർ ബാഗ് വരുന്നത്. ഓക്കെ. എത്ര ചോദ്യം? എത്ര? ഇത് 3 ലക്ഷം രൂപയാണ് എൻ്റെ ചോദ്യം. ഇത് പെട്രോൾ അല്ലേ? ഡീസലാണ്. ഡീസൽ. മൈലേജൊക്കെ ഇപ്പോൾ ഒരു 18-20 അടുപ്പിച്ച് മൈലേജും കിട്ടും. 6 ഗിയറാണ്. 6 ഗിയറാണ്. 6 ഗിയർ. 2016 സ്വിഫ്റ്റ് VDI ആണ്. കിലോമീറ്റർ വന്നിട്ട് വെറും 67,000 കിലോമീറ്റർ. ഇത് ഫ്രണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തേക്കുന്നത് ചെയ്തിട്ടുണ്ട്. ഇത് ഉപയോഗിക്കാവണ്ണ? ഏതാ? ഇത് ഉപയോഗിക്കാവോ? ഉപയോഗിക്കാം. ഇപ്പം ഉപയോഗിച്ചിട്ടുണ്ട് വണ്ടിയല്ലേ. അല്ല, ഇപ്പം സിംഗിൾ ഓണറാണ്. കമ്പനി സർവീസ്. കിലോമീറ്റർ വളരെ കുറവാണ്. 67,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. എക്സ്ട്രാ അലോയ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. VDI, ഫോർഡോ പവർ വിൻഡോ, സിംഗിൾ ഓണർ മാനുവലാണ്. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒന്നുമില്ല. നല്ലൊരു സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട്. ഫ്ലോർ മാറ്റൊക്കെ അടിച്ചിട്ടുണ്ട്. ആ രീതിയിലൊക്കെ. ലോ കിലോമീറ്റർ ഡീസൽ വണ്ടിയാണത്. എത്ര ഓടി? 67,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെന്യൂൻ കിലോമീറ്റർ. കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണത്. എക്സ്ട്രാ അലോയ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഈ ടെയിൽ ലാമ്പ് എല്ലാം മാറ്റിയതാണ്. ഈ ടെയിൽ ലാമ്പിൻ്റെ വില 14,000 രൂപയാണ് വില. തട്ടി മാറ്റിയൊന്നും അല്ലാതെ ആൾട്ടർ ചെയ്തതാണത്. മാറ്റിയതാണ്. തട്ടി മാറ്റി 14,000 രൂപയ്ക്ക് മേടിച്ചു വെക്കേണ്ട ആവശ്യമില്ലല്ലോ. തട്ടി കൊണ്ട് പുതിയ വെച്ചപ്പോൾ ഓൾട്ടർ ചെയ്ത് മാറ്റിയതാണ്. 14,000 രൂപയാണ് ഈ ടെയിൽ ലാമ്പിൻ്റെ വില. ചോദ്യം എത്ര? ഇത് വില വന്നിട്ട് 540. ഇത് 2013 ഡസ്റ്റർ 110 ആണ്. 110 PS ആണ്. സെക്കൻഡ് ഓണർ. 1,35,000 കിലോമീറ്റർ. RX6Z ആണ്. ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. ഈ 1 ലക്ഷത്തിൽ ചെയ്യേണ്ട സർവീസ് ഒക്കെ ചെയ്തു? സർവീസ് എല്ലാം കറക്റ്റ് ആണത്. ടൈമിംഗ് ചെയ്യാനും അതെല്ലാം മാറി. ടൈം ബിൽഡ് എല്ലാം 1 ലാഖിൻ്റെ സർവീസ് എല്ലാം കഴിഞ്ഞാണ്. ഇപ്പോൾ 1,35,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. റീപ്ലേസ് ഒന്നുമില്ല. RX6Z ആണ്. ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. 110 PS ആണ്. 85 അല്ല, 110 PS ആണത്. ഫോർഡോ പവർ വിൻഡോസ്. ബാക്ക് സൈഡ് നോക്കിയാലും വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത് വണ്ടി. വേറെ കുഴപ്പമൊന്നുമില്ല. ബാക്ക് സൈഡ് സീറ്റൊന്നും കയറിയില്ല. അതൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. എത്ര ചോദിക്കുന്നത്? ഇത് 3,80,000. 3,80,000 രൂപ. ഇത് 3 ലക്ഷം രൂപ വരെ ലോൺ കിട്ടും. RX6Z ടോപ്പ് എൻഡ് ആണ്. ഡീസലല്ലേ? ഡീസലാണ്. എന്തോ മൈലേജ് ആണ്? മൈലേജ് നല്ല മൈലേജാണ്. 10-18 പുറത്ത് മൈലേജ് കിട്ടും. 18 കൂടുതൽ. 18 പുറത്ത് മൈലേജ് കിട്ടും. പവറും കൂടുതലാണ്. 110 ആണ്. 85 അല്ല, 110 PS ആണ്. 6 ഗിയറാണ്. ഇത് 2017 സ്വിഫ്റ്റ് LXI ഓപ്ഷനിലാണ്. സിംഗിൾ ഓണർ. 1,22,000 കിലോമീറ്റർ. ടയേഴ്സൊക്കെ പുതിയതായിട്ട് മാറിയിട്ടേക്കുക. അത് എക്സ്ട്രാ അലോയ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഓപ്ഷനിലാണ് കേട്ടോ. LXI ഓപ്ഷനിലാണ്. പവറിൻ്റെ കമ്പനി 2 ഡോർ വരുന്നുണ്ട്. ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ പ്രത്യേകം ചെയ്തിട്ടുണ്ട്. പ്ലെയർ എല്ലാം ആൻഡ്രോയിഡ് എല്ലാം പ്ലെയർ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ അലോയ്സ് ചെയ്തിട്ടുണ്ട്. ടയറെല്ലാം 50% ടയർ കിടപ്പുണ്ട്. ഒറ്റ ഓണറാണ്. കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. കറക്റ്റ് സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണത്. എത്ര ചോദിക്കുന്നത്? ഇത് 4,000 രൂപ. 4,000. എത്ര രൂപ ഇത് ഇറക്കാൻ പറ്റുമോ? ഇത് നമുക്കൊരു 50-60 രൂപ ഡൗൺ പേയ്മെൻറ്റിൽ നമുക്ക് ഇറക്കാൻ പറ്റും. ഇറക്കാൻ പറ്റും. 2017 ആണ്. 17 LXI ഓപ്ഷനിലാണ്. റീപ്ലേസ് ഒന്നുമില്ല. സിംഗിൾ ഓണർ വണ്ടി. ഒറ്റ ഓണർ. ഇത് 2019 XUV 500 W11 ആണ്. ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. സൺറൂഫ് എല്ലാം വരുന്നതാണ്. കിലോമീറ്റർ വളരെ കുറവാണ്. XUV ടൈപ്പ് വണ്ടിയുടെ ഓടേണ്ട കിലോമീറ്റർ നല്ലത് ഓടിയിരിക്കുന്നത്. കാര്യം വെറും 37,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ. 37. വെറും 37,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെന്യൂൻ ആണോ? ജെന്യൂൻ. സിംഗിൾ ഓണർ. W11 ആണത്.
ഈ വണ്ടി കാണാനൊക്കെ നല്ല പോഷായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം. 200 വണ്ടി KL01 രജിസ്ട്രേഷൻ വണ്ടി. ഓട്ടോമാറ്റിക് ആണോ? ഇല്ലല്ലോ, മാനുവൽ. നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏറ്റവും ടോപ്പ് എൻഡ് സൺറൂഫ് എല്ലാം വരുന്നുണ്ട്. അത് തന്നെ ഏറ്റവും ടോപ്പ് എൻഡ്. ഇതിനപ്പുറത്തോട്ട് ഇപ്പോൾ പറയാനൊന്നുമില്ല. റീപ്ലേസ് ഒന്നുമില്ല, ഫുൾ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. സീറ്റ് കവേഴ്സ് ഒന്നും കയറിയിട്ടൊന്നുമില്ല. അതൊക്കെ അതിൻ്റെ രീതിയിൽ നല്ല മനോഹരമായിട്ട് തന്നെ ഇരിപ്പുണ്ട്. എത്ര ചോദിക്കുന്നത്? ഇത് ഫസ്റ്റ് ടയർ തന്നെ കിടക്കുന്നത്, സ്റ്റെപ്പിന് ഉപയോഗിച്ചിട്ടില്ല. ഫസ്റ്റ് ടയർ തന്നെ കിടക്കുന്നത്. 37,000 കിലോമീറ്റർ. വില വന്നിട്ട് 12,90,000 രൂപ. അയ്യോ, അപ്പോൾ ഇത് ഇറങ്ങിയപ്പോൾ എന്ത് വേണം? ഇറങ്ങിയ പുതിയ വണ്ടി ഇപ്പം പിന്നെ 700 ഇപ്പം 500 ഇറങ്ങണില്ല, 700 ഇറങ്ങുന്നത്. അതിന് ബേസ് മോഡൽ തന്നെ 20 മുകളിലുണ്ട്. ഇത് ഡീസലോ പെട്രോളാ? ഡീസൽ. മൈലേജ് എങ്ങനെയാ? മൈലേജ് 15-15 മൈലേജ് കിട്ടും. റേഞ്ചുള്ളൂ. അതെ, ആ റേഞ്ച് കിട്ടത്തില്ല. വലിയ വണ്ടി. ആൾക്കാരെ കൊണ്ട് കയറുമ്പോൾ വെയിറ്റ് താങ്ങിക്കൊണ്ട് പോകണ്ടേ? ഏതാ? ആൾക്കാരെ കൊണ്ട് കയറുമ്പോൾ വെയിറ്റ് താങ്ങിക്കൊണ്ട് പോകണ്ടേ? സിംഗിൾ ഓണർ, ഒറ്റ ഓണർ, 200 വണ്ടി KL01. ഇത് 2011 ഓൾട്ടോ LXI സിംഗിൾ ഓണർ, 62,000 കിലോമീറ്റർ. ഓണർഷിപ്പ് സിംഗിൾ ഓണർ. ഒരു 62,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ടയർ റീപ്ലേസ് ഒന്നുമില്ല. സീറ്റ് കവറൊക്കെ എക്സ്ട്രാ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നുണ്ടെന്ന് തോന്നരുത്, നിങ്ങളുടെ ആരെയും വണ്ടികൾ റീപ്ലേസ് ഇല്ല? ഇല്ല, റീപ്ലേസ് ഇല്ല. റീപ്ലേസ് ഉണ്ട്, നമ്മൾ റീപ്ലേസ് ഉണ്ടെന്ന് തന്നെ പറയും. അല്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഈ ഒരുപാട് കടകളിൽ ചെല്ലുമ്പോൾ റീപ്ലേസ് ഇല്ല എന്ന് പറയുന്നത്. ഇത്രയും വണ്ടി റീപ്ലേസ് ഇല്ലെന്ന് പറഞ്ഞാൽ ആൾക്കാർ വിശ്വസിക്കണ്ട. റീപ്ലേസ് ഉള്ള വണ്ടി നമ്മൾ റീപ്ലേസ് ഉണ്ടെന്ന് തന്നെ പറഞ്ഞ് നമ്മൾ കൊടുക്കുന്നത്. കിലോമീറ്റർ നമുക്ക് ഈ പാർക്ക് ആൻഡ് സെയിൽ വണ്ടിയുടെ കിലോമീറ്ററൊക്കെ നമുക്ക് അറിയത്തില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കിലോമീറ്റർ അറിയത്തില്ല, പാർക്ക് ആൻഡ് സെയിൽ വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നത്. ഇത് എത്ര ചോദിക്കുന്നത്? ഇത് 1,40,000 രൂപ. 1,40,000. റീപ്ലേസ് ഒന്നും ഇല്ലെന്ന് പറഞ്ഞു. വണ്ടി ഓരോ കാണാൻ നോക്കിയിട്ട് വേറെ പ്രശ്നമൊന്നും കാണുന്നില്ല. കളർ ഫെയ്ഡൊന്നും നോക്കിയിട്ടില്ല. അതൊക്കെ നല്ല രീതിയിൽ തന്നെ ഇരിക്കുന്നത്. ഇത് 2011 BT LT ആണ്, ഏറ്റവും ടോപ്പ് എൻഡാണ്. LT പെട്രോൾ അല്ലേ? ഡീസൽ. 2011 BT LT ആണ്. കിലോമീറ്റർ വന്നിട്ട് 80,000 കിലോമീറ്റർ. സിംഗിൾ ഓണർ. ഇതിൻ്റെ വില വന്നിട്ട് 1,20,000 രൂപ. 1,20,000? 1,20,000 കിലോമീറ്റർ, 80,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ, LT. ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ വെച്ചിട്ടുണ്ട്. 4 ടയറും പുതിയത്. കണ്ടിട്ട് റീപ്ലേസ് ഒന്നുമില്ല. ഇത് ബോഡി നോക്കിയാലും വേറെ വലിയ കംപ്ലൈൻസ് ആയിട്ടൊന്നും കാണുന്നില്ല. കളർ ഫെയ്ഡോ അങ്ങനെയുള്ളതൊന്നുമില്ല. കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ഇരിപ്പുണ്ട്. ഡോറുകൾ തുറക്കുമ്പോൾ ചെറിയ സൗണ്ട് ഒരു സൈഡ് മാത്രം ഉണ്ടായിരുന്നു. അല്ലാത്ത പക്ഷം വണ്ടി കാണാനൊക്കെ കൊള്ളാം. നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. ഫ്ലോർ മാറ്റൊക്കെ അടിച്ചിട്ടുണ്ട്. ഫോർഡോ പവറിൻ്റെ ആണ്. ഇത് 2008 ഡിസയർ LDA ആണ്, ഡീസലാണ്. 2028 വരെ പേപ്പറുണ്ട്. റീടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാണത്. ഇതിനകത്ത് LDA ആണ്, പക്ഷേ പവർ വിൻഡോ 4 ഡോർ പവർ വിൻഡോ എല്ലാം ചെയ്തിട്ടുണ്ട്. അഡീഷണൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അലോയ്സ് ചെയ്തിട്ടുണ്ട്. പുതിയ സീറ്റ് കവർ എല്ലാം പുതിയതാണ് ചെയ്തേക്കുന്നത്. 2028 വരെ പേപ്പറുണ്ട്. അത് സെക്കൻഡ് ഓണർ. 28 വരെ പേപ്പറുണ്ട്. സെക്കൻഡ് ഓണർ. 1,28,000 കിലോമീറ്റർ. കാണാനൊക്കെ കൊള്ളാം. ബാക്ക് സൈഡ് നോക്കിയാലും ഒക്കെ സീറ്റ് കവറിൻ്റെ മെനയാണ് അത് അങ്ങനെ കാണിക്കുന്നത്. ഇത്രയും പഴകിയാണെങ്കിലും നല്ല റീപ്ലേസ് ഒന്നുമില്ല. ഇത് റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ഇല്ല. സെക്കൻഡ് ഓണർ. കൊല്ലം രജിസ്ട്രേഷൻ ആണ്. ഇതിൻ്റെ കളർ ഫെയ്ഡ് ഒന്നും വന്നില്ല. ഒന്നുമില്ല. എത്ര ചോദ്യം? ഇത് 2,25,000 രൂപ. 2,20,000. പെട്രോൾ ഡീസൽ LDA ആണ്. 1,00,000 കഴിഞ്ഞ കിലോമീറ്റർ ഇല്ലല്ലോ? 1,27,000 കിലോമീറ്റർ. അപ്പം ടൈമിംഗ് ചെയ്യാനൊക്കെ എല്ലാം മാറിയതാണ്. ഇത് 2011 LXI ആണ്, ഓൾട്ടോ LXI. സെക്കൻഡ് ഓണർ, 59,000 കിലോമീറ്റർ. 89. ഫ്രണ്ട് 2 പുതിയ ടയറാണ്, ബാക്ക് ആവറേജ്. ഇത് റീപ്ലേസ് ഒന്നുമില്ല. ഇത് ബേസ് ആണല്ലേ? ഏതാണ് ഇത്? AC-യും പവർ സ്റ്റിയറിംഗ് മാത്രമേ? LXI ആണ്. LXI ഓപ്ഷനാണ് അത്. വണ്ടി കാണാനൊക്കെ കുഴപ്പമില്ല. നല്ല വൃത്തിയായിട്ടാണ്. റീപ്ലേസ് ഒന്നുമില്ല. ടയർ ബാക്ക് ആവറേജ്, ഫ്രണ്ട് 2 പുതിയ ടയറാണ്. സെക്കൻഡ് ഓണർ, 59,000 കിലോമീറ്റർ. നല്ല വൃത്തിയായിട്ടാണ് ഇരിപ്പുണ്ട്. ഇത് 1,40,000 രൂപ. എന്തെങ്കിലുമൊക്കെ താത്ത് പറയണ. താത്ത് പറയാൻ കസ്റ്റമർ നമ്മളോട്ട് കോൺടാക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ മാക്സിമം റേറ്റ് നമ്മളൊക്കെ ചെയ്ത് കൊടുക്കാം, കുഴപ്പമില്ല. അത് 2007 സ്വിഫ്റ്റ് VDI സെക്കൻഡ് ഓണർ, 1,30,000 കിലോമീറ്റർ. 2027 വരെ പേപ്പറുണ്ട്. 1,00,000
പരിപാടികളൊക്കെ സർവീസ് എല്ലാം ടൈം ബെൽറ്റ് എല്ലാം മാറിയതാണത്. വണ്ടി കാണാൻ വൃത്തിയുണ്ട്, കുഴപ്പമൊന്നുമില്ല. കോ ഡ്രൈവർ സീറ്റിൻ്റെ സൈഡ് മാത്രം ചെറുതായിട്ടൊന്ന് കീറിയിട്ടുണ്ട്. ഇത് വില വന്നിട്ട് 1,65,000 രൂപ. ഇതെന്ത് പറ്റിയതാ? അത് പുട്ടിയിടേണ്ട ആവശ്യമുണ്ടല്ലേ? ഉണ്ട്, ചെറിയൊരു പെയിൻറ്റിങ് ടച്ചിങ്ങിൻ്റെ ആവശ്യമുണ്ട്. വർക്ക് ചെയ്യേണ്ട സ്ഥലമുണ്ട്. ബാക്ക് സൈഡ് നോക്കിയാലൊക്കെ വണ്ടി വൃത്തിയായിട്ടിരിക്കുക. ടയേഴ്സാണ്. വേറെ ഈ ഇടിച്ച് അങ്ങനെയുള്ള പരിപാടി വല്ലതും ഉണ്ടോ? ഇല്ല, റീപ്ലേസ് ഒന്നുമില്ല. റീപ്ലേസ് ഒന്നുമില്ല. സെക്കൻഡ് ഓണർ. എത്ര ചോദിച്ചേ? 1,65,000 രൂപ. 2010 വാഗണർ LXi. ഓണർഷിപ്പ് എത്രയാ? ഓണർഷിപ്പ് തേർഡ്. നല്ല ടയറുണ്ട്. ടയറല്ല, നല്ല ടയറുണ്ട്. 69,000 കിലോമീറ്റർ. 69 കിലോമീറ്റർ. ഈ വർഷം ലാസ്റ്റ് ടെസ്റ്റ് വരുന്നുണ്ട്. ടെസ്റ്റിൻ്റെ പൈസ നമ്മൾ കുറച്ച് കൊടുക്കാം. 1,85,000 രൂപയാണ് വണ്ടിയുടെ പ്രൈസ് വരുന്നത്. അതിനകത്ത് നമ്മൾ ടെസ്റ്റിൻ്റെ പൈസ എത്രയാണെന്ന് വെച്ചാൽ അത് കുറച്ച് കൊടുക്കാം നമുക്ക്. ഈ വർഷം ലാസ്റ്റ് ടെസ്റ്റ് വരുന്നുണ്ട്. ഓക്കെ, റീടെസ്റ്റ് വരുന്നുണ്ട്. ഈ വർഷം അവസാനം. ഈ വർഷം ലാസ്റ്റ് ടെസ്റ്റ് വരുന്നുണ്ട്. അതിൻ്റെ പേയ്മെൻറ്റ് എത്രയാണെന്ന് വെച്ചാൽ നമ്മളത് കുറച്ച് കൊടുക്കുക. അത് എത്ര ചോദിക്കുന്നത്? 1,85,000 രൂപ. ഏത് വർഷമായിരുന്നു? 2010. അപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആയിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. പ്രധാനമായിട്ട് പറഞ്ഞ കാര്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരു 360 ചോദിക്കുന്ന വണ്ടികൾ 340 ആ റേഞ്ചിനൊക്കെ വിലയിട്ടാണ് ചോദിച്ചു വെക്കുന്നതെന്നാണ് ചേട്ടന്മാർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് മാന്യമായ വിലയായിരുന്നു അല്ലെന്നൊക്കെ ഉള്ളത് നിങ്ങൾ പറയണം. ഇനി ഞാനങ്ങനെ പറയുന്നത്, അപ്പം നിങ്ങൾ പറയുക. അപ്പം മാന്യമായ വിലയ്ക്കായിരിക്കാം നിങ്ങൾക്ക് ഈ തന്നിരിക്കുന്നുള്ള വിശ്വാസത്തോടു കൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെട്ട ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെന്നുള്ള വിശ്വാസത്തോടു കൂടി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.